ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നപ്പോൾ ഞാനും ഇച്ചൂട്ടനും കൂടിയാണ് വീഡിയോ എടുക്കുന്നത്. ഇച്ചായനാണെങ്കിൽ കടയിൽ പോയി, എബിക്കുട്ടൻ സ്കൂളിലും പോയി. സോ ഇന്നാണെങ്കിൽ നമ്മുടെ പാതി നോമ്പ് കഴിഞ്ഞ ദിവസമാണ്. സോ ഈ പാതി നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഒരു അപ്പം ഉണ്ടാക്കും. ഇൻഡേറപ്പം എന്ന് പറയും, ഇല്ലെങ്കിൽ പെസഹ അപ്പം എന്ന് പറയും. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കുന്നതെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. ഞങ്ങളുടെ അവിടെ സൈഡിൽ ഇങ്ങനെ പെസഹ ദിവസം ഉണ്ട്, പക്ഷെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ തൃശ്ശൂർ സൈഡിൽ ഇൻഡേറപ്പം തന്നെയാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ സൈഡിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ കൂടുതലങ്ങ് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇൻഡേറപ്പം ഇല്ല, പെസഹ അപ്പം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇന്നലെ രാത്രി മമ്മിയെ ഫോൺ വിളിച്ച് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇത് സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്ന്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ ഇച്ചു? ഓക്കെ ഓക്കെ എന്ന് പറ. സോ ഇൻഡേറപ്പം ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഉഴുന്നെടുക്കുക. ഈ ഉഴുന്നാണെങ്കിൽ കുറച്ച് വെള്ളത്തിലാണെങ്കിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഈ ബാറ്റർ ഉച്ചയ്ക്കാണ് റെഡിയാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഈ ഉഴുന്ന് സോക്ക് ചെയ്ത് വെച്ചത്. ഇൻ കേസ് നിങ്ങൾ രാവിലെയാണ് ഉണ്ടാക്കാൻ പ്ലാനെങ്കിൽ തലേദിവസം തന്നെ ഉഴുന്ന് സോക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി ഇത് മിക്സി ജാറിലിട്ടിട്ട് പേസ്റ്റ് പോലെ നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ഇനി നമ്മളൊരു ചെറിയ ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നാണെങ്കിൽ അതിലേക്ക് ഒഴിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് അരയ്ക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം. എല്ലാം കുറച്ച് എടുത്താൽ മതി കേട്ടോ, ഒത്തിരി ഓവറായിട്ടൊന്നും എടുക്കണ്ട. ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്യുക മിക്സി ജാറിലിട്ടിട്ട്. ഇനിയും അരച്ച് വെച്ച ഉഴുന്നിൽ ഇത് മിക്സ് ചെയ്യുക. ഇച്ചൂട്ടനാണെങ്കിൽ താഴെ നിൽക്കുന്നേ ഇല്ല, ഇന്ന് ഭയങ്കര വാശിയാണ്. ഞാൻ കുറേ ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടും അവന് എഫക്റ്റ് ആവുന്നില്ല. അവന് ഭയങ്കര വാശി പിടിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ എടുത്തുകൊണ്ടാണ് എൻ്റെ ബാക്കി പണിയെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിലും കുട്ടികൾ എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഭയങ്കര വാശി. നമ്മളൊന്നും ഉണ്ടാക്കാതിരിക്കുവാണെങ്കിൽ അവർക്ക് ഒരു വാശിയില്ല, അവർ താനെ കളിച്ചോളും. അയ്യോ, ബാറ്ററിൻ്റെ കാര്യം മറന്നുപോയി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. എന്നിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇൻഡേറപ്പത്തിൻ്റെ ബാറ്റർ ഏകദേശം റെഡിയായി. ഇനിയും നമ്മളിത് ഒരു 4 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇനിയും ഞങ്ങൾക്ക് വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇനി ഞാൻ ബാക്കി പണികളെല്ലാം ഒതുക്കട്ടെ അല്ലേ. ഇന്ന് ഇവൻ ഒരു പണി ചെയ്യാനും സംഭവിക്കുന്നില്ല. ഹൈ ഫൈ, ഹൈ ഫൈ, ഹൈ ഫൈ, ലോ ഫൈ, ലോ ഫൈ, ലോ ഫൈ, ലോ ഫൈ, ഹൈ ഫൈ, ഹൈ ഫൈ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇച്ചായൻ വന്നു, കടയിൽ നിന്ന് വന്നു, എബിക്കോട്ടൻ കിടന്ന് ഉറങ്ങി. ഇച്ചായ ഞങ്ങൾ ഇൻഡേറപ്പം ഉണ്ടാക്കാൻ പോവാം. ഉണ്ടാക്കാം. സോ ഇവനെ ആദ്യം കൈ മാറട്ടെ. സോ ഈ ഇൻഡേറപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. സോ ഈ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇനി വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ്, ആവശ്യമുള്ള പഞ്ചസാര, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പോർഷൻ അവോയ്ഡ് ചെയ്യാം. ഞാൻ പക്ഷെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നതാണ് തേങ്ങ ചിരകിയത്. ചിലവരാണെങ്കിൽ തേങ്ങ കൊത്തിടാറുണ്ട്. ഞാൻ തേങ്ങ ചിരകിയതാണ് ഇടുന്നത്. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. എല്ലാവർക്കും പല ടേസ്റ്റ് ആയതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് തേങ്ങ കൊത്തോ അല്ലെങ്കിൽ തേങ്ങ ചിരകിയതോ എന്ത് വേണമെങ്കിലും നമുക്കിടാം. അതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നന്നായി ആ പ്ലേറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമ്പം നമുക്ക് ഈസി ആയിട്ട് പോരും. സോ നല്ലതായിട്ട് ആ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ബാറ്റർ ആണെങ്കിൽ ആ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഇൻഡേറപ്പം റെഡി ആയിരിക്കുകയാണ്. ഇത് ചൂട് മാറി കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്ന്.
അങ്ങനെ ഇച്ചായനാണ് ഇണ്ടേറപ്പം കട്ട് ചെയ്യുന്നത്. എബിക്കുട്ടനാണെങ്കിൽ നല്ല ഉറക്കമായതുകൊണ്ട് അവൻ വീഡിയോയിൽ ഇല്ലാത്തത്. ഇച്ചായൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഇച്ചായൻ്റെ മുഖത്തേക്ക് നോക്കുമായിരുന്നു. ഇച്ചായൻ എന്താ പറയാൻ പോകുന്നത്. ഇച്ചായൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചൂട്ടന് കൊടുത്തപ്പോൾ അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടാമതവൻ പിന്നെയും ചോദിക്കുമായിരുന്നു. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ബൈ.